This video is sponsored by SPO Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മലബാർ സൈഡിൽ, അതായത് തലശ്ശേരി ഭാഗത്തൊക്കെ കല്യാണ വീട്ടിലുണ്ടാകുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ബീട്രൂട്ടാണ്. 2 ബീട്രൂട്ട്, പിന്നെ ഒരു 30 ഗ്രാം ഡേറ്റ്സും ഉണ്ട്. ഇനി ഒരു പാത്രത്തിനകത്ത് ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ തിളച്ച വെള്ളത്തിനകത്ത് നമുക്ക് ആ ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ്സും ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഡേറ്റ്സും ബീട്രൂട്ടും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനകത്ത് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാർ പോലെ അല്ല ഈ ബീട്രൂട്ട് അച്ചാർ. ഇതിനകത്ത് ഒന്നും കാണാനുണ്ടാവില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ടാണ് ചേർക്കാറ്. സാധാരണ അതിൽ കാണാനേ ഉണ്ടാവില്ല, എന്താ ചേർത്തതെന്ന് ഒരു പിടി ഉണ്ടാവില്ല. ചിലരിത് ഗ്രേറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന്. പക്ഷേ മലബാറിലെ കല്യാണ വീട്ടിലെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ബീട്രൂട്ട് അച്ചാർ ഈ തരത്തിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഒരു 70% അത് വെന്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുത്തി ഇറക്കി കാണിച്ചു തരുന്നത് 70% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മുടെ ആ ബീട്രൂട്ടൊക്കെ തോല് കളഞ്ഞ് നല്ല ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സും ഉണ്ടല്ലോ, ഡേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഡേറ്റ്സ് സോക്ക് ചെയ്ത് വെച്ച വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേരിന് ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കണേ. നമ്മുടെ അച്ചാറുകൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് വെന്തകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയത്. അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു പീസായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ നമുക്ക് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ബീട്രൂട്ട് അച്ചാറാണ് ഇത്. ഇത് സാധാരണ നമ്മുടെ വെള്ളച്ചോറിനൊന്നും അത്ര ആപ്റ്റല്ല, ബിരിയാണിക്കൊക്കെയാണ് നല്ല ആപ്റ്റ്. നമ്മുടെ മലബാർ സൈഡിലെ എല്ലാ കല്യാണ വീട്ടിലും ഈ ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാവുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ബീട്രൂട്ട് അച്ചാർ. ലാസ്റ്റ് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ബീട്രൂട്ട് അച്ചാർ പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയുടെ അച്ചാറാണ് കേട്ടോ. ഇങ്ങനെ തന്നെ അവരുണ്ടാക്കുന്നത്. അതിൽ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും കടിക്കാൻ കിട്ടില്ല, എല്ലാം അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക.